സാത്താൻ ഒരിക്കൽ ദൈവത്തെ കണ്ടു പറഞ്ഞു, ലോകത്തിൽ ദുഷ്ടത പെരുകിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ എതിർപ്പ് അവിടെ തീരെ കുറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ദാസനായ ജോബിനെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം ചോദിച്ചു. പിശാച് പറഞ്ഞു, അങ്ങേ ദാസനായ ജോബിനെ എതിർപ്പിന് യാതൊരു കാരണവുമില്ല. കഷ്ടപ്പാടുകൾ വരട്ടെ, മറ്റുള്ളവരെ പോലെ, അപ്പോൾ അയാളും അങ്ങേ അപലപിക്കുന്നത് കേൾക്കാം. പിശാചിൻ്റെ ഈ വെല്ലുവിളി ദൈവം സ്വീകരിച്ചു. ജോബിനുള്ളതെല്ലാം നശിപ്പിക്കുവാൻ പിശാച് പരിപാടിയിട്ടു. എന്ത് വേഗത്തിലാണെന്നോ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. അയാളുടെ കുട്ടികൾ കളിച്ച് രസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റൂതി, വീട് തകർന്നു, കുട്ടികളൊക്കെ മരിച്ചു വീണു. ഒരു കൂട്ടം കള്ളന്മാർ അയാളുടെ കന്നുകാലികളെയും കഴുതകളെയും പിടിച്ചുകൊണ്ട് പോയി കളഞ്ഞു. ശക്തിയായൊരു മിന്നല്, ആ പൊള്ളലേറ്റ് ആടുകളും ആട്ടിടയന്മാരും ചത്തു. 3 പ്രാവശ്യമായിട്ടാണ് കാലടിയന്മാർ വന്ന് അയാളുടെ ഒട്ടകങ്ങളെയും അവറ്റയുടെ സൂക്ഷിപ്പുകാരെയും കട്ടുകൊണ്ടുപോയത്. ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടും ദൈവത്തിനെതിരായി ജോബ് ഒരക്ഷരം പോലും ഉരിയാടിയില്ല. കീഴ്വഴക്കത്തോടെ തലകുനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. സാത്താൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് അത്ഭുതകരമായ തൻ്റെ അനുഭവത്തെപ്പറ്റി സമ്മതിച്ചു പറഞ്ഞു. എന്നിട്ട് അയാൾ ഉണർത്തിച്ചു, ജോബ് തൻ്റെ നഷ്ടങ്ങളെല്ലാം നല്ല അർത്ഥത്തിൽ എടുത്തു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അയാളെ തൊട്ടാൽ കാണാം ഭാവം മാറുന്നത്. ദൈവത്തിൻ്റെ അനുഭവത്തോടുകൂടെ തന്നെ ജോബിന് പിന്നെയും ക്ലേശങ്ങൾ വരുത്താൻ തുടങ്ങി. ശരീരത്തിൽ തനിക്കടിമുടി വ്രണങ്ങളുണ്ടായി. ഭാര്യയിൽ നിന്ന് പോലും തനിക്ക് ആശ്വാസം കിട്ടിയില്ല. എൽഫാസ്, ബാൾഡാസ്, സോഫാസ് ഇവരൊക്കെ അയാളുടെ ഉറ്റമിത്രങ്ങളായിരുന്നു. അവർ സ്നേഹിതനെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം കുറ്റപ്പെടുത്തുകയാണുണ്ടായത്. താൻ എന്തോ കഠിനമായ പാപം ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി ശരിക്ക് പശ്ചാത്തപിച്ചെങ്കിൽ മാത്രമേ ദൈവം തന്നോട് ക്ഷമിക്കുകയുള്ളൂ എന്നവർ ജോബിനോട് തറപ്പിച്ചു പറഞ്ഞു. താൻ ഒരു അപരാധവും ചെയ്തിട്ടില്ല എന്ന് ജോബ് അവരെ അറിയിച്ചു. അവരെന്നിട്ടും വിശ്വസിച്ചില്ല. തന്നെ ആശ്വസിപ്പിക്കേണ്ടവർ ഒടുവിലായപ്പോൾ മിണ്ടാതായി. ശാരീരികമായ ക്ലേശങ്ങൾ, ദാരിദ്ര്യം, ഏകാന്തത മാസങ്ങളിങ്ങനെ ഇഴഞ്ഞു നീങ്ങി. പെട്ടെന്നൊരിക്കൽ ദൈവം ജോബിന് ആശ്വാസം നൽകാൻ തിരുച്ചിത്തമായി. ചോദ്യങ്ങൾ കൊണ്ട് ദൈവം ജോബിൻ്റെ ഉള്ളം തുറന്നു. ജോബെ, നക്ഷത്രങ്ങൾ, കാറ്റ്, മേഘം, മഴ ഇവയെപ്പറ്റിയൊക്കെ നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാനാണ് അവയെല്ലാം നയിക്കുന്നത്. മൃഗങ്ങളുടെ പ്രകൃതവും വാസസ്ഥലവും നിനക്കറിയാമോ? എനിക്ക് അവറ്റയുടെ ശക്തി അറിയാം. ഞാനാണ് അവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇതുപോലെ പലതും നിനക്കറിഞ്ഞുകൂടാ, നിനക്കൊരിക്കലും മനസ്സിലാവുകയുമില്ല. അതിരറ്റ കനിവൂറുന്ന ശബ്ദത്തിൽ അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ക്ലേശങ്ങളുടെ അർത്ഥവും നിനക്ക് മനസ്സിലാവുകയില്ല. ഞാനാണത് അളക്കുന്നത്. എപ്പോൾ എവിടേക്കവ അയക്കണമെന്ന് എനിക്കറിയാം. എന്നും എന്നിൽ വിശ്വസിക്കൂ. ആശ്വസിപ്പിക്കപ്പെട്ട ജോബ് വിനീതനായി തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, ഓ കർത്താവെ, നിസ്സാരനായ ഞാൻ എന്ത് പറയാൻ? ജോബിന് പുത്തൻ ജീവിതം വീണതുപോലെ തോന്നി. അദ്ദേഹത്തിന് വേറെ കുടുംബമായി, സ്നേഹിതരായി. സാത്താൻ പരീക്ഷിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്തുണ്ടായി. സുഖസമൃദ്ധിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യകാലം. ഒടുവിൽ വാർദ്ധക്യത്തിൽ സമാധാനത്തോടെ മരിക്കുകയും ചെയ്തു. ജോബ് ഒരു ചരിത്ര പുരുഷനാകുന്നു. അതിപ്രധാനമായ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രചോദനം വഴി ഈ ചരിത്രം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എതിർപ്പൊട്ടുമില്ലാതെ സന്തോഷത്തോടു കൂടി തന്നെ ക്ഷമയോടെ സഹിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാവുന്നതാണ്. ജോബിൻ്റെ ക്ഷമയെപ്പറ്റിയുള്ള ചിന്ത നമ്മുടെ ക്ലേശങ്ങളിൽ നമ്മെ സഹായിക്കും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് അദ്ദേഹത്തോടൊപ്പം ആത്മാവിൽ നമുക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ നാമും ജോബിനെ പോലെ ആശ്വസിപ്പിക്കപ്പെടും.